ലോക ഫുട്ബോളിന്റെ പരമോന്നത ഭരണസമിതിയായ ഫിഫയിൽ വലിയ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഫിഫയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന ജിയാനി ഇൻഫാന്റിനോയുടെ ഭാവി ഇപ്പോൾ ഭീഷണിയിലാണ്. അടുത്ത ഫിഫ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കാൻ ഇൻഫാന്റിനോക്കെതിരെ സ്വന്തം കൂട്ടായ്മകളിൽ നിന്നു തന്നെ കടുത്ത എതിർപ്പാണ് ഉയരുന്നത്. ജിയാനി ഇൻഫാന്റിനോ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? തിരഞ്ഞെടുപ്പിന്റെ പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? സാധ്യതാ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇൻഫാന്റിനോ എപ്പോഴും ഒരു വിവാദ നായകനായിരുന്നുവെങ്കിലും അടുത്ത കാലത്തായി ഉണ്ടായ ചില സംഭവവികാസങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഇത്രത്തോളം താഴ്ത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം പുലർത്തുന്ന അടുത്ത ബന്ധമാണ് ഇതിൽ പ്രധാന വിമർശന വിഷയം. വാഷിംഗ്ടൺ DC-യിൽ വെച്ച് നടന്ന ലോകകപ്പ് ഡ്രോ ചടങ്ങിൽ വെച്ച് ട്രംപിന് ആദ്യത്തെ ഫിഫ പീസ് പ്രൈസ് സമ്മാനിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കൂടാതെ ഫിഫയുടെ ലോകകപ്പ് മത്സരങ്ങളും മറ്റ് പ്രധാന ടൂർണമെൻറ്റുകളും സ്വകാര്യവൽക്കരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കവും വൻ തിരിച്ചടിയായി. ലോകകപ്പിലെ ഭാവി ലാഭത്തിന്റെ വിഹിതം വിൽക്കാനായി ജോഷിയ കുഷ്നറുടെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ നിക്ഷേപക ഗ്രൂപ്പിനെ ഇൻഫാന്റിനോ ക്ഷണിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി. യൂറോപ്യൻ രാജ്യങ്ങൾ ഫിഫ ടൂർണമെന്റുകൾ ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഇൻഫാന്റിനോ എല്ലാവരെയും വഞ്ചിക്കുകയാണെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ ആരോപിക്കുകയും ചെയ്തതോടെ അദ്ദേഹം ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ഇത് വലിയ മങ്ങലേൽപ്പിച്ചു. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലാവധിയും വലിയ തർക്ക വിഷയമായി മാറിയിട്ടുണ്ട്. ഫിഫ നിയമപ്രകാരം ഒരു പ്രസിഡന്റിന് പരമാവധി 4 വർഷം വീതമുള്ള 3 ടേം, അതായത് ആകെ 12 വർഷം മാത്രമേ അധികാരത്തിൽ തുടരാൻ സാധിക്കൂ. എന്നാൽ 2016-ൽ സെപ്പ് ബ്ലാറ്റർ രാജിവെച്ചതിനെ തുടർന്ന് ബാക്കിയുള്ള കാലാവധി പൂർത്തിയാക്കാൻ അധികാരമേറ്റ തൻ്റെ ആദ്യ ടേം ഒരു പൂർണ്ണ ടേമായി കണക്കാക്കരുത് എന്ന് ഇൻഫാന്റിനോ പറഞ്ഞിരുന്നു. ഇപ്പോൾ 4ാം തവണയും മത്സരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കത്തെ തടയണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ ഗ്രൂപ്പുകളും വിമർശകരും ഫിഫ ഗവേണൻസ്, ഓഡിറ്റ് ആൻഡ് കംപ്ലയിൻസ് കമ്മിറ്റിയെ സമീപിച്ചിരിക്കുകയാണ്. 2027 മാർച്ച് 18-ന് മൊറോക്കോയിലെ റബാത്തിൽ നടക്കുന്ന ഫിഫ കോൺഗ്രസിലാണ് അടുത്ത പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നടക്കുക. സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവർ 2026 നവംബർ 18-നകം ഔദ്യോഗികമായി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. ഫിഫയിലെ 211 അംഗരാജ്യങ്ങൾക്കും വോട്ടവകാശമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ 106 വോട്ടുകളാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ആവശ്യമായുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇൻഫാന്റിനോയെ നേരിടാൻ പോകുന്ന സാധ്യതാ സ്ഥാനാർത്ഥികൾ ആരെല്ലാമാണെന്നും ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. യൂറോപ്യൻ ഫുട്ബോൾ ബോഡിയായ യുവേഫ മേധാവി അലക്സാണ്ടർ സെഫറിൻ മത്സര രംഗത്തില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും കോൺകാക്കാഫ് പ്രസിഡന്റ് വിക്ടർ മോണ്ടഗ്ലിയാനി, യൂറോപ്യൻ ക്ലബ് അസോസിയേഷൻ ചെയർമാനും PSG ക്ലബ് പ്രസിഡന്റുമായ നാസർ അൽ ഖലാഫി, ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് സൽമാൻ ബിൻ ഇബ്രാഹിം അൽ ഖലീഫ, ആഫ്രിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസിഡന്റ് പാട്രിസ് മോട്സെപ്പെ എന്നിവരാണ് ഇൻഫാന്റിനോക്ക് ബദലായി ഉയർന്നു കേൾക്കുന്ന പ്രമുഖ പേരുകൾ. നിലവിലെ പ്രതിസന്ധികൾക്കിടയിലും തന്റെ പിന്തുണ ഉറപ്പാക്കാൻ ഇൻഫാന്റിനോ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അടുത്തിടെ കരീബിയനിൽ നടന്ന അണ്ടർ 14 ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ കോൺകാക്കാഫ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അവിടെ എത്തി പ്രമുഖ നേതാക്കളെ കണ്ടിരുന്നു. കൂടാതെ പാരീസിൽ നടന്ന സ്പോർട്സ് വേൾഡ് കപ്പ് സമാപന ചടങ്ങിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ എന്നിവർക്കൊപ്പവും അദ്ദേഹം പങ്കെടുത്തു. യൂറോപ്പിൽ നിന്ന് കടുത്ത എതിർപ്പ് നേരിടുന്നുണ്ടെങ്കിലും ആഫ്രിക്കൻ ഫുട്ബോൾ ഭരണസമിതിയുടെയും മെക്സിക്കോ, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളുടെയും ലാറ്റിൻ അമേരിക്കൻ ബോഡിയായ കോൺമെബോളിൻ്റെയും പിന്തുണ ഇപ്പോഴും ഇൻഫാന്റിനോക്കുണ്ട്. 211 അംഗരാജ്യങ്ങളുടെ വോട്ടെടുപ്പിലൂടെ മാത്രമേ പ്രസിഡന്റിനെ മാറ്റാനാവൂ എന്നാണ് ഇവരുടെ നിലപാട്. വരുന്ന നവംബർ 18 കഴിയുന്നതോടെ ലോക ഫുട്ബോൾ ഭരണത്തിലെ സ്ഥാനാർത്ഥി ചിത്രം കൂടുതൽ വ്യക്തമാകും.